പ്രിയമുള്ളവരെ, എല്ലാവർക്കും തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ മനുഷ്യർ 65 വയസ്സിലോട്ട് അങ്ങനെ ചെല്ലുമ്പോൾ എല്ലാവരും, അതായത് നമ്മൾ പ്രൗഢിയോടെ വളർത്തിയ മക്കളും അരുമയായി വളർത്തിയ കൊച്ചുമക്കളും എല്ലാം നമ്മളിൽ നിന്നും കുറച്ച് അകലം പാലിക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് അവരുടെ കുറ്റമേ അല്ല, എങ്കിലും അത് നമ്മളിലേക്ക് വല്ലാത്ത ദുഃഖങ്ങൾ ഉണ്ടാക്കും എന്ന് ഒരു പരമാർത്ഥം തന്നെയാണ്. അങ്ങനെയുള്ള ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിൽ നമ്മൾ വീണുപോകരുത്. അവിടെ നിന്നും എഴുന്നേറ്റ് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നത്. അവിടെ മുതലാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ പൂർവ്വകാലത്തിൽ, അതായത് നമുക്കും ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളിലേക്ക് കിട്ടുന്ന നല്ല നല്ല ഓർമ്മകളെ നമ്മളൊന്ന് പാകപ്പെടുത്തിയെടുത്ത് മനസ്സിലേക്ക് വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വിഷമാവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ ആ വികാരങ്ങൾ തീർച്ചയായും എത്തുമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. കാരണം ഒരു അധ്യാപകനോട് ഒരു കുട്ടി ക്ലാസ്സിലെ ഒരു കുട്ടി ചോദിച്ചു, മാഷേ, ഈ സ്നേഹം എന്താണെന്ന്. ആ മാഷാണെങ്കിൽ ആദ്യമായി മലയാളം പഠിപ്പിക്കാൻ വന്ന മാഷിൻ്റെ ആദ്യത്തെ ക്ലാസ്സായിരുന്നു. ആ മാഷ് പറഞ്ഞു, സ്നേഹമാണ് അഖിലസാരം മൊഴിയിലെന്ന് പറഞ്ഞപ്പോൾ ക്ലാസ്സിലെ ഏറ്റവും വികൃതിയും നല്ല സുന്ദരനും പഠിക്കാൻ മിടുക്കനുമായ കുട്ടി പ്രഭുവർമ്മ എന്ന കുട്ടി ചോദിച്ചു, മാഷേ, എന്താണ് ഈ സ്നേഹം എന്ന്. മാഷ് ഒരു ഉദാഹരണം കാണിച്ചുകൊണ്ട് അവനോട് കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവനൊരു ഉത്തരം പറഞ്ഞു, മാഷേ, ഈ തൊട്ടാൽ ഒന്ന് പിടിച്ച് കയറുന്ന വികാരമാണ് പ്രേമം, സ്നേഹം എന്നത് അല്ലേ മാഷേ, അതൊരു വികൃതിയാണ് അല്ലേ എന്ന്. മാഷ് വല്ലാതെ അങ്ങ് ചിരിച്ചു, അവനെ അങ്ങ് സ്നേഹിച്ചു. സംഭവം എന്താണെന്ന് പറയട്ടെ. മാഷ് അവനെയും കൊണ്ട് സ്കൂളിലെ കുളത്തിൻ്റെ അടുത്തേക്ക് പോയി. സ്കൂളെന്ന് പറയുന്നത് ചിറക്കൽ രാജ സെക്കൻഡറി സ്കൂളായിരുന്നു. അവിടെ ഈ കുളവും ചിറക്കൽ രാജവംശത്തിൻ്റെ സ്കൂളായിരുന്നു. കുളവും വിശാലമായ മുറ്റവും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ മാഷ് കൊണ്ടുപോയി കുളത്തിലേക്ക് അവനെയും കൊണ്ടുപോയി. മാഷ് കുളത്തിൻ്റെ കരയിൽ നിന്നും ഒരു കല്ലെടുത്ത് കുളത്തിലേക്ക് നടുക്കേട്ടെറിഞ്ഞു. അപ്പോൾ ആ കുളത്തിൽ നിന്നും തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിച്ചടിച്ചടിച്ച് 4 വശം കരയിൽ ഇങ്ങനെ പുൽകുന്നുണ്ടായിരുന്നു. മാഷ് ചോദിച്ചു, ഇത് മനസ്സിലായോ ഇപ്പോഴെന്ന്. അപ്പോൾ അവൻ മനസ്സിലായി എന്ന ഭാഷയിൽ തന്നെ പറഞ്ഞു. ആ ഉത്തരമാണ് അവൻ പറഞ്ഞത്, മാഷേ, ഈ സ്നേഹവും പ്രേമവും എന്ന് പറഞ്ഞാൽ തൊട്ടാൽ പിടിച്ച് കയറുന്ന സംഭവമാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ മാഷിന് വല്ലാത്ത സന്തോഷം തോന്നി. നല്ല അനുഭൂതിയുള്ള സംഭവം തന്നെയാണ് അതെന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വാർദ്ധക്യകാലം, നമ്മുടെ സീനിയർ സിറ്റിസൺ അവസ്ഥ നല്ലതുപോലെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ആരും വീണുപോകരുത്. നന്ദി, നമസ്കാരം.